ചിന്നുവും തിളങ്ങുന്ന പഴവും. ഒരിക്കൽ ഒരു കാടിൻ്റെ അരികിലുള്ള മനോഹരമായ ഗ്രാമത്തിൽ ഒരു കുഞ്ഞൻ കുരുവി താമസിച്ചിരുന്നു. എല്ലാവരും അവളെ ചിന്നു എന്ന് വിളിച്ചു. എനിക്ക് പറക്കാൻ വലിയ ഇഷ്ടമാണ്, പക്ഷേ അവൾക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കൂടുതൽ ഉയരത്തിൽ പറന്നാൽ താഴെ വീഴുമോ എന്ന്. ഒരു ദിവസം ചിന്നു കാട്ടിലെ ഏറ്റവും വലിയ മരം കണ്ടു. അതിൻ്റെ മുകളിൽ എന്തോ തിളങ്ങുന്നു. കാട്ടിലെ മറ്റു പക്ഷികളെല്ലാം ആ പഴം പറിച്ചെടുക്കാൻ ശ്രമിച്ചു. അത് കാണാൻ നല്ല ഭംഗിയുള്ളതും മധുരമുള്ളതുമായിരുന്നു. അവർക്കൊക്കെ അത്രയും ഉയരത്തിലെത്താൻ കഴിഞ്ഞില്ല. അത് അസാധ്യമാണ് എന്നവർ പറഞ്ഞു. ചിന്നു ഒന്ന് ആലോചിച്ചു. ചിന്നു ആദ്യം ഒന്ന് മടിച്ചു. എനിക്ക് പേടിയുണ്ടെങ്കിലും. പക്ഷെ അവൾ പറഞ്ഞു, ഞാനൊന്ന് ശ്രമിച്ചു നോക്കും. അവൾ പറന്നുയർന്നു. ഓ, എന്തൊരു ഉയരം! പക്ഷെ ഞാൻ എത്തും. അവൾ ചിറകുകൾ ശക്തമായി വീശി മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. പകുതി ദൂരം എത്തിയപ്പോൾ അവൾക്ക് താഴേക്ക് നോക്കാൻ പേടി തോന്നി. കാറ്റ് അവളെ പിന്നിലേക്ക് തള്ളാൻ നോക്കി. അവൾ കണ്ണുകളടച്ച് തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു. എങ്കിലും ചിന്നു പിന്മാറിയില്ല. ഒടുവിൽ വലിയ ആവേശത്തോടെ ചിന്നു ആ മരത്തിൻ്റെ ഏറ്റവും മുകളിലെ കൊമ്പിലെത്തി. മധുരമുള്ള പഴം തൻ്റെ കൊക്കിൽ കൊത്തിയെടുത്തു. താഴെയുള്ള പക്ഷികൾ അവളെ നോക്കി പറഞ്ഞു, നോക്കൂ, അവൾ അത് ചെയ്തു. താഴെയുള്ള പക്ഷികളെല്ലാം അത്ഭുതത്തോടെ അവളെ നോക്കി നിന്നു. ചിന്നു തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കി. ഈ കഥയിലെ ഗുണപാഠം എന്താണെന്നോ? നമ്മുടെ പേടിയെ മറികടക്കാൻ നമ്മൾ ധൈര്യം കാണിച്ചാൽ മറ്റാർക്കും നേടാൻ കഴിയാത്ത വിജയങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. സ്വന്തം കഴിവിൽ വിശ്വസിക്കുക എന്നതാണ് ഏറ്റവും വലിയ ശക്തി.